ഹലോ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇപ്പോൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പവർ കമ്പനിയാണ് പവർ ഗ്രിഡ്. ഇപ്പോൾ അതൊരു വലിയ എക്സ്പാൻഷൻ്റെ പാത്രമാണ്. മീൻസ് ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇയർ 2026 മാത്രം അവർ 30,000 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പാൻഷനാണ് നടത്തിയിരിക്കുന്നത്. 2035 കൂടിയിട്ട് 15 ലക്ഷം കോടിയുടെ പ്രൊജക്റ്റാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും. മാത്രമല്ല, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിലെ തുംകൂറിലെ പ്രൊജക്റ്റ് പവർ ഗ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2.7 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി ബൂസ്റ്റാണ് ഉണ്ടായിരിക്കുന്നതിലൂടെ. ഇപ്പം നമ്മൾ ഈ ഒരു റിന്യൂവബിൾ സെക്ടർ നോക്കുകയാണെങ്കിലും ട്രാൻസ്മിഷൻ സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സ്ട്രോങ് ഗ്രോത്ത് ഫേസിലുള്ളൊരു സെക്ടർ തന്നെയാണ്. അതായത് രണ്ടിനും ഫ്യൂച്ചറിലൊരു ഹ്യൂജ് ഡിമാൻഡ് ഉണ്ടാവും. നമുക്ക് പവറും വേണം, ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനൊരു സിസ്റ്റവും വേണം. അപ്പം അതിന് രണ്ടിനും എന്തായാലും ഫ്യൂച്ചറിൽ ഒരു വലിയ ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ പവർ ഗ്രിഡിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പുതിയൊരു ചെയർമാൻ വന്നിട്ടുണ്ട്. പുതിയ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത് BV രാം മോഹൻ എന്ന് പറഞ്ഞിട്ട് ആളാണ്. ഈ ഒരു പുതിയ ലീഡർഷിപ്പ് ഒരു പുതിയ ഡയറക്ഷൻ തന്നെയാണ് നമുക്ക് കാണിച്ചിരുന്നത്. മീൻസ് പവർ ഗ്രിഡ് ഇത്ര നാളും പോയൊരു ഡയറക്ഷൻ ആയിരിക്കില്ല, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് ഒരു അഗ്രസീവായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്, എത്ര അഗ്രസീവ് ആയാലും നമ്മൾ ഓർക്കണം, ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു എക്സിക്യൂഷൻ റിസ്ക് ഉണ്ട്. ആ റിസ്ക് പവർ ഗ്രിഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ടിരിക്കും പവർ ഗ്രിഡിൻ്റെ ഒരു വളർച്ച. സോ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, നമുക്ക് നോക്കാമല്ലോ.